നമസ്കാരം. നമസ്കാരം. അതായത് വി.ഡി. സതീശന്റെ യാത്രയും അതേപോലെ ഗോവിന്ദന്റെ യാത്രയും ഒരേപോലെ കാസർഗോഡും കണ്ണൂരും ഒക്കെ ചുറ്റരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതില് പല സ്ഥലത്തു നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ ഗോവിന്ദന്റെ പരിപാടിയിൽ കൂലിക്ക് ആളെ എടുത്ത് ബംഗാളീസിനെ അടക്കം എടുത്തിട്ടാണ് പരിപാടികൾ നടത്തുന്നത്. ബംഗാളീസ് ഇവിടെ വന്നിട്ട് എന്തിനാ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവർക്ക് പാർട്ടിയില്ല, മണ്ണാങ്കട്ടയില്ല, അവർക്ക് ജീവിക്കാൻ കാശ് കിട്ടണം. ആരാ കാശ് കൊടുത്ത് ഓരോ കൂടെ ജാതിയായിട്ട് പോകാൻ റെഡിയാണ്. കൊടുത്തത് ഒരു പട്ടച്ചാരായത്തിന്റെ ഒരു കുപ്പിയും പ്ലസ് ഒരു ഷർട്ടും പാന്റും പ്ലസ് 1000 ഉറുപ്പ്യം കൊടുത്തു എന്നാണ് ഓരോരുത്തരും കൊടുത്തു എന്നാണ് അറിയുന്നത്. 200ഓളം അങ്ങനെയുള്ള തൊഴിലാളികളെ ഇറക്കിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് ഒരു സ്വീകരണ പരിപാടി ഒരുക്കുന്നത്. അത്രയും നാണം കെട്ട രീതിയിലേക്ക് CPM എത്തിയിരിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്, ഈ യാത്രയിൽ നടക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് ഇടതുപക്ഷ ജാഥ നടത്തുന്നത് എന്ന് അവർക്ക് പോലും അറിയത്തില്ല. ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനാണെങ്കിൽ ബന്ധപ്പെട്ട അനുഭവങ്ങളുണ്ട്, ബന്ധപ്പെടാനുള്ള യാതൊരു സംവിധാനങ്ങളും ചെയ്യുന്നില്ല. പിന്നെ ഏക രക്ഷ എന്ന് പറയുന്നത് വി.ഡി. സതീശനെ കോൺഗ്രസിനെ തെറി പറയുക എന്നുള്ളതാണ്. അർത്ഥമില്ലാത്തൊരു യാത്രയാണെന്ന് മറ്റാരൊക്കെ നന്നായിട്ട് അവർക്ക് തന്നെ അറിയാം. ഒരു ലക്ഷ്യവും മുന്നോട്ട് വയ്ക്കാനില്ല. വികസനം എന്ന് പറയുന്നതല്ല, അത് അതിനെപ്പറ്റി അവർക്ക് സ്പെസിഫിക് ആയിട്ടോ കോൺക്രീറ്റ് ആയിട്ടോ പറയാനൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും അപകടകരമായി ഞാൻ കാണുന്നത് എതിർ പ്രചരണങ്ങളെ, സതീശൻ്റെ യാത്ര പോലും നിഷ്പ്രഭമാക്കാൻ എല്ലാത്തരം ഒരു പബ്ലിസിറ്റി ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്, മീഡിയ ബ്ലാക്ക് ഔട്ട്. അപ്പോൾ ഇന്നത്തെ 8-ാം തീയതി പത്രം പരിശോധിച്ചാൽ സതീശൻ്റെ ഒരു 2 ദിവസം യാത്ര അവിടെ തുടങ്ങിയിരുന്നതാണ്. ഈ യാത്ര കണ്ണൂരിലെ 2-3 നിയോജകമണ്ഡലത്തിലും കാസർഗോഡ് 5-8 നിയോജകമണ്ഡലം കവർ ചെയ്തിട്ടും ഇന്നത്തെ പത്രത്തിൽ വാർത്താ പ്രാധാന്യം എന്ന് പറയും, ഇവിടെ ഈ എഡീഷനിൽ, എറണാകുളം നമ്മൾ നോക്കുന്ന എഡീഷനിൽ യാതൊരു അവിടെ കണ്ണൂരൊക്കെ കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഗോവിന്ദൻ്റെ യാത്രയ്ക്കും ഗോവിന്ദൻ്റെ പ്രസംഗങ്ങൾക്കും ഗോവിന്ദൻ്റെ പ്രസ്താവനകൾക്കും അമിത പ്രാധാന്യമുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ തവണത്തെ ഒരു വലിയ വാർത്ത പുറത്തുവിട്ടിരുന്നു. മൈത്രി എന്ന് പറയുന്ന ഏജൻസി വഴി അവർക്ക് കള്ളപ്പണം എത്തിയതിൻ്റെയും 100 കോടിയോളം രൂപ എത്തിച്ചതിൻ്റെയും അതുവഴി അവർ കംപ്ലീറ്റ് പത്ര ദൃശ്യ മാധ്യമങ്ങളെ വിലക്കെടുത്തതിൻ്റെയും കാര്യമാണ് ഞാൻ പുറത്തുവിട്ടത്. അതായത് പിന്നെ ചാനലുകളെല്ലാം ഏകപക്ഷീയമായി LDFന്റെ വാർത്തകൾ മാത്രമാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതേപോലെ ഇത്തവണയും ചാനലുകളെയും പത്രങ്ങളെയും എല്ലാം പണം കൊടുത്ത് വിലക്കെടുത്തിരിക്കുന്നു. പരസ്യം എന്നുള്ള രൂപത്തിൽ ഏജൻസി വഴിയായിട്ടാണ് ഇത് എടുക്കുന്നത്. ഏജൻസി വഴിയുണ്ട്, സർക്കാർ പരസ്യം. ഞാനത് പബ്ലിഷ് ചെയ്തൊരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ഏജൻസികൾ തന്നെ ആളുകളെ, ഈവന്റ് മാനേജ്മെന്റ് എന്നുള്ള രൂപത്തിൽ ആളുകളെ കൂട്ടുന്നു. അവർ സിന്ദാബാദ് പിണറായി വിജയന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നു. ക്യാപ്റ്റൻ സിന്ദാബാദ്, ക്യാപ്റ്റൻ എന്നുള്ള സിന്ദാബാദ് വിളിച്ച് കൂലിക്ക് ആളെ എടുത്തിട്ടായിരുന്നു എല്ലാ സ്ഥലത്തും. അത് എന്നിട്ട് എല്ലാ ചാനലും ഒരേപോലെ പ്രക്ഷേപണം ചെയ്യുന്നു. പിണറായി വിജയൻ ഇല്ലാത്ത പ്രശസ്തിയും ലീഡറും എന്നുള്ള അന്താരാഷ്ട്ര പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണം കൊടുത്തുള്ള പരിപാടി. കഴിഞ്ഞ വർഷം 2000 കോടിയായിട്ടാണ് കഴിഞ്ഞ വർഷം CPM ഇറക്കിയത്. അത് LTM ഇറക്കാതാണ് പിണറായി ഇറക്കിയത്. പിണറായിന്റെ പലതരത്തിലുള്ള ഫണ്ട് എടുത്തിട്ട് കൊടുത്തതെന്നൊക്കെയാണ് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സമയത്താണ് 100 കോടി രൂപ കള്ളപ്പണം ക്യാഷായിട്ട് ഈ ഏജൻസിക്ക് എത്തിയത്. ഞാൻ വിവരം അന്ന് റിപ്പോർട്ട് ചെയ്തത്. അത് ബോർഡ്, ഹോർഡിങ്സ്, അതേപോലെ എല്ലാ പബ്ലിസിറ്റി എല്ലാ മേഖലകളിലും വ്യാപകമായി. അത് BJPയുടെ സഹായം ഇല്ലാതെ അങ്ങനെ കള്ളപ്പണം എത്തുമോ? അതെ, BJPക്ക് ആവശ്യം പിണറായി വിജയൻ അധികാരത്തിൽ എത്തുകയാണല്ലോ. BJPക്ക് വരുന്ന കള്ളപ്പണം, പിന്നെ ഇത്തരത്തിലുള്ള കുഴൽപ്പണങ്ങൾ ഒക്കെ തന്നെ പിടിക്കാതെ വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതും പോലീസ് സംരക്ഷണം ചെയ്തു കൊടുക്കുന്നതും കൊടകര. പിന്നെ ഓപ്പറേഷൻ അവിടെ BJPക്കാർ തന്നെ അത് തട്ടിപ്പ് നടത്തി, നേതാക്കന്മാർ തന്നെ ഗുണ്ടകളെ ഇറക്കി തട്ടിക്കാൻ ശ്രമിച്ചു. ആ ഫണ്ട് തട്ടാൻ ശ്രമിച്ചപ്പോഴാണല്ലോ, കാരണം എല്ലാം സുരേന്ദ്രൻ തന്നെ അടിച്ചാൽ പോലെ ഞങ്ങൾക്ക് കുറച്ച് കിട്ടണമെന്ന് പ്രാദേശിക നേതാക്കന്മാർ വിചാരിച്ചുകൊണ്ടാണ് അവിടെ ആ ധർമ്മജനെയൊക്കെ അറ്റാക്ക് ചെയ്തതും അവിടെയുള്ള ഫണ്ടൊക്കെ തട്ടിക്കൊണ്ടുപോയത്. അല്ലാതെ വേറെ 400 കോടി കഴിഞ്ഞ ശേഷം എത്തിയിട്ടുണ്ടെന്ന് BJPക്കുള്ളിലുള്ള വാർത്ത ഞാൻ പുറത്തുവിട്ടിരുന്നു. പക്ഷെ പിണറായി വിജയൻ 2000 കോടിയിൽ മേലെയാണ് കഴിഞ്ഞ ശേഷം ഇറക്കിയത്. ഇത്തവണയെ അതേപോലെ കേരളം പിടിക്കാൻ വേണ്ടി ഏകദേശം 10,000 കോടി രൂപയിൽ മേലെ ഇറക്കുന്നു എന്നുള്ള വിവരമാണ്. കാരണം ലക്ഷക്കണക്കിന് കോടി രൂപ അപ്പുറത്ത് കിട്ടല്ലേ. ഈ 5 വർഷം കൂടി കിട്ടിക്കഴിഞ്ഞാൽ 10,000 കോടിക്ക് പകരം 1 ലക്ഷം 2 ലക്ഷം കോടി അടിച്ചെടുക്കാലോ. ജോസ് കെ മാണി LDFിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ അധികാരത്തിൽ വന്നാൽ സമ്പാദിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഓഫർ കിട്ടും. അല്ല, അത് അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. അതായത് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അപ്പുറത്തേക്ക് KM മാണിയുടെ പേരിലുള്ള സ്മാരകം ഡിക്ലെയർ ചെയ്തില്ലേ. അതേപോലെ VS അച്യുതാനന്ദന്റെ പേരിൽ ഒരു സ്മാരകം തിരുവനന്തപുരത്ത് ഡിക്ലെയർ ചെയ്തു. വിഡ്ഢികള് പത്മവിഭൂഷൺ കിട്ടിയിട്ട് അത് ഒഴിവാക്കി പറഞ്ഞ കാരണമാണ് നമ്മൾ
ഇപ്പുറത്ത് വെള്ളാപ്പള്ളിയെ പറ്റി ഒരു അക്ഷരം വേണ്ടിയില്ല. വെള്ളാപ്പള്ളിക്കെതിരെ കേസ് കൊടുത്ത VS അച്യുതാനന്ദൻ, ആ പേര് പറഞ്ഞ അവർ പറഞ്ഞിരുന്ന ഒരു മര്യാദ ഉണ്ടായിരുന്നു. കാരണം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം വെള്ളാപ്പള്ളിക്കെതിരെ ക്രിമിനൽ കേസ് കൊടുത്തു. ആ ക്രിമിനൽ കേസ് കൊടുത്ത ആൾക്കും പത്മഭൂഷൺ കൊടുക്കുന്നു, ഞങ്ങളെ പിതാവിനും കൊടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേണ്ട പറഞ്ഞിരുന്നു, വലിയ ജനം അംഗീകരിച്ചിരുന്നതന്നെ. പകരം പിണറായി പറഞ്ഞ പ്രകാരം ഒരു സംഭവം ഉണ്ടാക്കി അരുണിന് സീറ്റ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അരുൺ സീറ്റ് കൊടുത്ത് VS പക്ഷത്തെ സംതൃപ്തിപ്പെടുത്താൻ അരുൺ തന്നെ അച്ഛനെ ഇഷ്ടമില്ലാത്തൊരു മകനായിരുന്നു. എനിക്ക് നേരിട്ട് അറിയാവുന്ന അഴിമതി നടത്തിയതിൽ അങ്ങനെ ഭയങ്കര അസംതൃപ്തനായിരുന്നു. VS അച്യുതാനന്ദൻ എന്താണ് അതിന്റെ ഡെഡ്ലി അഗൻസ്റ്റ് ചെയ്യുന്ന അരുൺ എന്നുള്ള കാര്യം സംശയമില്ല. അത് പോട്ടെ, നമ്മളിപ്പോ കാസർഗോഡ് ഇപ്പോഴുള്ള UDFന്റെ ജാഥ തുടങ്ങിയ ശേഷം അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്ന വിധത്തിൽ ജനം ഒഴുകുന്നു എന്നുള്ളതാണ്. ജനം ഒഴുകുന്നതിന് കാരണം എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ജനങ്ങൾ അത്രയ്ക്ക് ഭരണത്തിനെതിരെ ശക്തമായ വികാരം, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ മണ്ഡലങ്ങളിൽ ശക്തമായ രൂപത്തിൽ പിണറായി വിജയനെതിരെ തെറി പറഞ്ഞുകൊണ്ട് ആൾക്കാർ അച്യുതാനന്ദനെ സീറ്റ് നിശ്ചയിച്ചപ്പോ വളരെ വിളിച്ച ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ അവിടെ ഉണ്ട്. നീലേശ്വരം അവിടെയൊക്കെ തന്നെ. അപ്പൊ എവിടെയൊക്കെ യാത്ര കഴിഞ്ഞാൽ അറിയോ? മഞ്ചേശ്വരം കഴിഞ്ഞു, കാസർഗോഡ് കഴിഞ്ഞു. അത് പിന്നെ 2 മണ്ഡലം UDFന് അനുകൂലമുള്ളതാണ്. പ്രാവശ്യം സുരേന്ദ്രൻ പോയി മത്സരിച്ചുകൊണ്ടൊന്നും അവിടെ നിന്ന് കിട്ടാൻ പോണില്ല. പിന്നെ അടുത്തത് ഉദുമ പ്രാവശ്യം ലീഡ് പിടിച്ചിട്ടുണ്ട്. അവര് UDF ലീഡ് പിടിച്ചിട്ടുണ്ട് തദ്ദേശത്തില്. അടുത്തത് പിന്നെ തൃക്കരിപ്പൂരും അതേപോലെ കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് മാത്രമാണ് ഒരു ടഫ് ഫൈറ്റ്. ഇപ്രാവശ്യം തൃക്കരിപ്പൂർ UDFന്റെ കൂടെ പോരും എന്നുള്ള റിപ്പോർട്ടാണ് കൃത്യമായിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ഒരു സംശയത്തിന്റെ ഇതിലാണ്. പിന്നെ ഉള്ളത് പയ്യന്നൂര് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മുടെ കുഞ്ഞികൃഷ്ണൻ കത്തിച്ച ആ തീ കൊളുത്തിയ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തീ കൊളുത്തിയ ബോംബ്, അത് ചെറിയ ബോംബല്ല, വലിയ തോതിൽ ഉള്ളിൽ പൊട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കോമ്പലപ്പടകം പൊട്ടുന്ന മാതിരിയാണ് ഉള്ളിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പയ്യന്നൂര് CPM എഴുതി തള്ളി. ഞാൻ കണക്കൂട്ടുന്നതിന്റെ കാര്യം, ആദ്യത്തെ ഫസ്റ്റ് 1-2 ദിവസം മാത്രം കുഞ്ഞികൃഷ്ണന്റെ പരിപാടിയോടോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോടോ എതിർപ്പ് പ്രകടിപ്പിച്ച് മുദ്രാവാക്യം വിളി ജാഥയായിട്ട് വഴി വന്നു. വീടിന് മുമ്പിൽ ബോംബ് പൊട്ടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളായപ്പോഴത്തേക്ക് അവർ പിൻവാങ്ങായി. ഒന്നുകിൽ കുഞ്ഞുകൃഷ്ണനായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ഇല്ലെങ്കിൽ എതിർത്തിട്ട് കാര്യമില്ല എന്നുള്ള. നമുക്ക് ആ ജാഥ, പയ്യന്നൂരുള്ള ജാഥയുടെ രംഗം നോക്കാം. അവിടെ എന്താ ജനക്കൂട്ടം നോക്കൂ. കണ്ടില്ലേ, ജനക്കൂട്ടം പയ്യന്നൂരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഇതിന്റെ ശക്തി കേന്ദ്രമായ ഇവിടെ കാസർഗോഡും പിന്നെ മഞ്ചേശ്വരവും എല്ലാം ഏറ്റവും കൂടുതൽ പയ്യന്നൂരാണ് ഇത്തവണ ആൾ കൂടിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? പയ്യന്നൂർ എല്ലാ കാലം കഴിഞ്ഞ ശേഷം 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ്. അവിടെ ഇത്തവണ കാറ്റുമാറി വീശാൻ പോകുന്നു. EMS പറയുന്ന പോലെ കാറ്റുമാറി വീശിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന കൃത്യമായുള്ള വാചകമാണ് പയ്യന്നൂരിൽ നിന്ന് വരുന്നത്. അവിടെ ഉണ്ടായുള്ള സ്വീകരണം ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് VDC സെഷൻ അവിടെ പറഞ്ഞത്. പൊതു വിലയിരുത്തൽ മലബാറിലെ 60 നിയോജകമണ്ഡലം, 60 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, മലപ്പുറം വരുന്ന 60, പാലക്കാട് 60 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 10 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് ഉറപ്പ് പറയാനില്ല. മലപ്പുറം കംപ്ലീറ്റ് പോകും, കോഴിക്കോട് കംപ്ലീറ്റ് പോകും, കണ്ണൂരും കാസർഗോഡാണ് കിട്ടാനുള്ളത്. വയനാട് കിട്ടില്ല, 2-3 സീറ്റ്. പിന്നെ പാലക്കാട് കുറച്ച് സീറ്റ്, പാലക്കാട് എല്ലാം കൂടെ 10 സീറ്റ് കിട്ടിയാൽ അത് 50 സീറ്റ് UDFനും 10 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം. അപ്പൊ ഈ 8 നിയോജക മണ്ഡലത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ UDFന് കിട്ടാം, ഈ യാത്ര കൊണ്ട് എത്രമാത്രം ഗുണം ഉണ്ടാവും എന്നുള്ളതാണ് ഇവര് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കൊള്ളയെ കുറിച്ച്, ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ കത്തിച്ച് പോകുന്നത്. ജനങ്ങൾ ഏറ്റവും അധികം ഏറ്റെടുക്കുന്ന മുദ്രാവാക്യം തന്നെയാണ് പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റി എന്നുള്ള മുദ്ര. ആ പാട്ടും പാടിയിട്ടാണ് അവിടെ ജനങ്ങൾ ഇറങ്ങി വരുന്നത്. അപ്പം ഏതൊക്കെ സീറ്റുകൾ ഇപ്രാവശ്യം ഒരു ചെറിയ ബ്രീഫ് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് മാക്സിമം കിട്ടാവുന്നത് കാഞ്ഞങ്ങാട് ഇവിടെ കിട്ടാം. പയ്യന്നൂരും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പല ഘടകങ്ങളുണ്ട്. ഏതെങ്കിലും കോൺഗ്രസ് അഭിപ്രായ വ്യത്യാസം പയ്യന്നൂരും വേണം കിട്ടാം. ഈ 2 എണ്ണം ഇടതുപക്ഷത്തിന് ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറയാം. പിന്നെ ബാക്കി സീറ്റുകൾ തളിപ്പറമ്പ് അട്ടിമറിയും എന്നുള്ളതാണ് ഞാൻ. തളിപ്പറമ്പ് എങ്ങനെയാണ് വരാം ഇത്തവണ? തളിപ്പറമ്പ് ലീഡ് UDFനാണ് അവിടെ. തളിപ്പറമ്പ് പണ്ട് പോലും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്, നമ്പ്യാർ ജയിച്ചിട്ടുണ്ട്. ആ സിറ്റുവേഷൻ ഒക്കെ ഇടതുപക്ഷത്തിന്റെ കുത്തക അല്ലെ വാക്കോവർ എന്നുള്ള. മാത്രമല്ല EP ജയരാജൻ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ രാജിവെക്കുന്ന പറഞ്ഞിട്ട് CPM സംസ്ഥാന സെക്രട്ടറിയ
EP ജയരാജൻ അവിടെ സീറ്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ ചെറിയൊരു ഭൂരിപക്ഷം UDF നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തദ്ദേശത്തെ ഭൂരിപക്ഷമാണ്. അതിനേക്കാൾ കൂടുതൽ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വാക്ക് ഓവർ എതിരില്ല എന്നുള്ള മട്ടിൽ പോസ്റ്റർ എഴുതാനോ ചുമട് എഴുതാനോ ആന്തൂരൊക്കെ പെട്ട സ്ഥലമാണ്. ബൂത്തിൽ പോലും ഇരിക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇന്ന് പാർട്ടി ഓഫീസുകൾ വരെ വളപട്ടണം അല്ലല്ലോ, വളപട്ടണ കയ്യിൽപ്പെട്ടാണ്. അല്ല, അതിൻ്റെ അകത്ത് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കോൺഗ്രസിന്റെ ഓഫീസുകൾ തുടങ്ങാനും ബൂത്തിലിരിക്കാനും ആളുണ്ടായി കിട്ടും. തദ്ദേശ സെക്രട്ടറി പ്രത്യേകതയാണ്. മറ്റേ ബൂത്തിലേക്ക് പോലും പോവുകയില്ലായിരുന്നു. ഇനിയിപ്പോൾ ആകെ ഇവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ BJP വോട്ടുകളുടെ മാക്സിമം BJP CPM വോട്ടുകൾ ശേഖരിക്കാൻ പറ്റും ശ്രമം നടത്തുകയാണ്. പക്ഷെ അത് സാധിക്കില്ല. അതായത് കണ്ണൂരാണ് ലാസ്റ്റ്. കണ്ണൂരിലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് UDF. കണ്ണൂർ കടന്നപ്പള്ളി ജയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കടന്നപ്പള്ളി ഒരു മനുഷ്യൻ വ്യക്തിത്വത്തിന്റെ പേരിലായിരുന്നു. പക്ഷെ അദ്ദേഹം നിൽക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ആരോഗ്യം എവിടെയൊക്കെ വീണു എന്നൊക്കെ. അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഇപ്പോഴൊന്നുമല്ല 1981 അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കേരളദേശം എന്നുള്ള പ്രസിദ്ധീകരണത്തിന് ഞാൻ എടുത്തിരുന്നു. അന്ന് ഇപ്പോഴൊന്നുമല്ല, അന്ന് കോൺഗ്രസ് എസ് വന്നു തോന്നുന്നു ഓർമ്മ. എന്തായാലും കടന്നപ്പള്ളി രാമേന്ദ്രൻ അവിടെ ഇപ്രാവശ്യം നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് പ്രശ്നമുള്ളൂ. ഇടതുപക്ഷ മുന്നണി നിന്നപ്പോൾ പോലും ഒരു മുറുമുറുപ്പും കൂടാതെ ആ മുന്നണിയുമായി പൂർണ്ണമായി നല്ലതിനും ചീത്തയ്ക്കൊക്കെ സഹകരിച്ച ആളാണ്. അപ്പൊ ഒരു കൈയിട്ടാ കടിക്കാത്തൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് മാത്രമാണ് അവിടെ തടസ്സമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ കണ്ണൂർ വൻ ഭൂരിപക്ഷം ജയിക്കും. കോർപ്പറേഷൻ പിന്നെ അതെ, കോർപ്പറേഷൻ വലിയ ഭൂരിപക്ഷം. അതുകൊണ്ടാണ് 12,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കണ്ണൂര് മണ്ഡലത്തിലുള്ളത് ഇപ്രാവശ്യം. അതുകൊണ്ടാണ് പറയുന്നത് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കണ്ണൂരേക്ക് വരുമ്പോൾ 1-2 സീറ്റുള്ള മറ്റു ജില്ല ഇപ്പോൾ വന്നതില് നമുക്ക് കാഞ്ഞങ്ങാടും പയ്യന്നൂരും വേണമെങ്കിൽ കണക്കൂട്ടാം. ഏറെക്കുറെ ഉറപ്പായി. അപ്പൊ ബാക്കി 6 സീറ്റുകൾ UDF ഉറപ്പിക്കാം. അതായത് UDF കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതിരുന്ന സീറ്റുകളാണ്. തൃക്കരിപ്പൂർ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളു. ഇപ്പം ഒതുമി അത് കയറിപ്പോവും. കാരണം അതിന്റെ അവസ്ഥ അതാണ്. പിന്നെ ഉള്ളത് നമ്മള് തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് പ്രാവശ്യം UDF കിട്ടുന്നു. നമ്മുടെ തന്നെ വേറെ യൂട്യൂബർ പെരിയ ബാലകൃഷ്ണൻ ചിലപ്പോൾ സ്ഥാനമാണ് തൃക്കരിപ്പൂര്. ഉദുമ ചിലപ്പോൾ അയാൾ കൊടുക്കണമെന്നില്ല. ഇപ്പുറത്ത് അങ്ങനെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങി. പിന്നെ എങ്ങനെ കോൺഗ്രസ് ആയിട്ട് എങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്രാവശ്യത്തെ 2 ദിവസത്തെ യാത്ര കൊണ്ട് 6 മണ്ഡലങ്ങൾ UDF ഉറപ്പാക്കി എന്ന് പറയാം. 2 മണ്ഡലങ്ങൾ LDF ആവാം. LDF കിട്ടിയാൽ സംശയത്തോടെ നിർത്താൻ പറ്റുള്ളൂ. എന്തായാലും VD സതീഷിന്റെ യാത്ര വൻ വിജയമാണ്. ഓരോ സ്ഥലത്തും 10,000-ങ്ങളാണ് കുതിച്ചെത്തുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാ മേഖലയും പയ്യന്നൂരടക്കം വൻ ജനാവലിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾ 2 മണ്ഡലങ്ങൾ സംശയത്തിന് നിഴലിലിടാം. എല്ലാ മണ്ഡലങ്ങളും ജയിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥമില്ല. സംശയത്തിന് നിഴൽ, അത് പയ്യന്നൂരും അതേപോലെ കാഞ്ഞങ്ങാടും LDF വിജയിക്കാതിരിക്കാം. പക്ഷെ ആ മറ്റ് 6 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങൾ 100% ഉറപ്പായിട്ട് UDF വിജയിക്കും. 2 മണ്ഡലങ്ങൾ അവർ പിടിച്ചെടുക്കും എന്നുള്ള ഒരു കണക്കോ അവിടെ നിന്നുള്ള വിവരങ്ങൾ പറയാൻ പിടിച്ചെടുക്കും എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അങ്ങനെ ആ 8 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങൾ ഉറപ്പായിട്ട് UDF-നും 2 മണ്ഡലങ്ങൾ വീതം സംശയത്തിൽ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആവാമെന്നുള്ളത് നമുക്ക്